നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മോസ്റ്റ് ടെക്നീഷ്യൻ ഫെയിൽ ടു ഗ്രോ. ടെക്നീഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഗ്രോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം. അതായത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ പഠിച്ചു വന്ന പാടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പല ആളുകൾക്കും അറിയാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു സംഗതി ഒരു പഠിച്ച് വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം. ഇപ്പൊ ഒരു ട്രെയിനായിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും ഒരു 4000 റുപ്യ അല്ലെങ്കിൽ 5000 റുപ്യ 6000 റുപ്യ സാലറിയിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ചിലപ്പോൾ എന്തായിരിക്കും ഒരു 40,000 50,000 സാലറി കിട്ടുമെന്ന് പ്രതീക്ഷയോടെ ആയിരിക്കും കുറെ ആളുകൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. ഇതിലേക്ക് തോന്നുന്നത് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്, നമ്മൾ അറിയുന്ന കുറെ ആൾക്കാരുള്ളത്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിലവിൽ അനുഭവിക്കുന്ന പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കുറെ മുന്നേ അനുഭവിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് അല്ലെങ്കിൽ ഇപ്പോ പുതിയ, അതായത് കുറച്ച് പഴയ ആളുകളുടെ പുതിയതായിട്ടുള്ള ടെക്നീഷ്യന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് സക്സസ് ആവണം എന്നുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് വന്ന് ഇറങ്ങിയ പാട് ഒരിക്കലും ഒരു ഹൈ സാലറി എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾക്ക് എത്തുന്നതിന് മുന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ കുറെ ആളുകൾ പറഞ്ഞതാണ്, ഇപ്പോ ട്രെയിനിങ്ങിന് ഇപ്പൊ ബ്രിഡ്കോ എന്നൊക്കെ പോവുകയാണെങ്കിൽ ട്രെയിനിങ്ങിന് ഡൽഹി പോകണം, ഇവിടെ പോകണം, അവിടെ 2 വർഷം പോയി. പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് ഒരു അനുഭവങ്ങളായിരിക്കും. അത് പോയി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ട്രെയിനിങ്ങിനൊന്നും പോവാതെ പെട്ടെന്ന് ഒരു ക്യാഷ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല പോസിബിൾ. അതായത് പഠിച്ചു കഴിഞ്ഞ് 2 മാസം 3 മാസം കൊണ്ട് 30,000 50,000 സാലറിക്ക് എത്താൻ പറ്റുമോ? അറൂഫുണ്ടതില്ലേ ഹർഷാക്ക് എത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ കുറെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ക്ഷമിച്ചിട്ട് നിൽക്കേണ്ടി വരും. ഇപ്പൊ നിങ്ങളൊരു മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ ഫീൽഡിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകൾ, അതായത് നമ്മൾക്ക് പെട്ടെന്ന്, അതായത് ഇതിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾക്ക് ഒരുപാട് സ്കില്ലുകൾ വേണ്ടി വരും. ഇപ്പൊ നമ്മളത് ടെക്നീഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഡിപ്പെൻഡന്റ് ആളെ എന്താ പറയാ ബ്രെയിനിന്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ അവർക്ക് എത്രത്തോളം സാധനങ്ങൾ ക്യാച്ച് ആവുന്നുണ്ട് എന്നതിനനുസരിച്ച് മാത്രം. അപ്പൊ നമുക്ക് വേണ്ട കാര്യം തന്നെ 50% മാത്രമേ നമുക്ക് ശരിക്ക് നമ്മുടെ ഒരു പൈസ ഉണ്ടാക്കി ഗ്രോ ചെയ്യാൻ വേണ്ടി 50% മാത്രമേ നമുക്ക് എന്തുള്ളൂ, നമുക്ക് സ്കില്ല് ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. ബാക്കി 50% നമ്മളെ മൈൻഡ് സെറ്റാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ തന്നെ റിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു കസ്റ്റമർ വർക്ക് വെച്ച് നിങ്ങളെ മുന്നിലേക്ക് വരികയെന്ന് വിചാരിക്കുക. അത് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡെഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓൺ ആവുന്ന ഡിവൈസുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയൊരു കംപ്ലൈന്റ്, ഒരു മൈക്ക് ആയിക്കോട്ടെ, ചാർജ് സ്ട്രിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാറ്ററി മാറ്റാനുള്ള കംപ്ലൈന്റ് ആണെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും അത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കംപ്ലൈന്റ് വരുമോ എന്നുള്ളൊരു പേടി കുറെ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ പേടി നിങ്ങൾ മാറ്റുന്ന നിങ്ങൾ 50% മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പേടിയെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി 50% മാത്രം സ്കില്ലുകൾ. ഒരു കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മുന്നിലേക്ക് വരുന്ന ഒരു കസ്റ്റമർ, ഇപ്പൊ ഐഫോൺ കേസിലാണ് ഈ ഒരു സെനാരിയോ കൂടുതലായിട്ട് കണ്ടുവരിക. കാരണം എന്താണ്, അവർ കൊണ്ടുവരുന്ന ഫോൺ 13 Pro 14 Pro 12 Pro ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 50,000 60,000 വില വരുന്ന ഫോണുകളുടെ ഒരു ചാർജിങ് സ്ട്രിപ്പോ അല്ലെങ്കിൽ ഒരു ബാറ്ററിയോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡയഗ്നോസിസ് ചെയ്യാൻ പോലും നമുക്ക് എന്തായിരിക്കും പേടിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുണ്ടാവും. ആ പേടി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഇതിൽ ആദ്യം നമ്മളൊരു സർവീസ് മേഖലയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കേസ്. അപ്പൊ പേടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. അതേപോലെ തന്നെ ഈ പറയുന്ന സ്കില്ല് എന്ന് പറയുന്ന സാധനം എന്ത് വേണം, ഒരു സാധനം തന്ന അതേപോലെ തിരിച്ചു കൊടുക്കാനുള്ള മിനിമം നോളജ് എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു കസ്റ്റമർ മൈക്കറ്റ് വന്നു കഴിഞ്ഞാൽ ആ മൈക്കുള്ള കംപ്ലൈന്റ് റെഡി ആയിട്ടില്ലെങ്കിലും വേറൊരു കംപ്ലൈന്റ് ആക്കാതിരിക്കാനുള്ള സ്കില്ലാണ് വേണ്ടത്. പക്ഷെ ആ ഡിവൈസ് നിങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്ത് റെഡിയാക്കാൻ പറ്റുമെന്ന് നിങ്ങളുടെ കോൺഫിഡൻസ് ബാക്കി 50%-ത്തിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു 50% സ്കില്ലുള്ള ആളുകൾക്ക് പോലും ചിലവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്തെടുക്കാനുള്ള ഒരു പേടി ഉണ്ടാവാറുള്ള കുറെ ടെക്നീഷ്യന്മാരെ നമുക്ക് എൻക്വയറി ചെയ്യുമ്പോഴൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ ഒരു അരമണിക്കൂർ മുമ്പ് വരെ ഒരാൾ ഇതേപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇതേപോലെ എന്താണ് വർക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ എന്താണ് കസ്റ്റമർക്ക് പേടി കാര്യങ്ങളാണ്. കസ്റ്റമർ എന്ത് പറയും, കസ്റ്റമർ ചീത്ത പോലെ നേരാക്കി കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾ, റേറ്റ് കൂടുമെന്നുള്ള പേടി, റേറ്റ് കുറഞ്ഞാൽ അങ്ങനെ പല കാര്യത്തിന് പല കാര്യങ്ങൾക്ക് പേടി. അത് നിങ്ങൾ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്കില്ലുകൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കിയെടുക്കണം. വെറും ടെക്നീഷ്യൻ മാത്രമായിട്ട് ഇരുന്നാൽ ഇതൊന്നും എന്ത് ചെയ്യൂല, പറ്റൂല. ടെക്നീഷ്യന്മാരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വന്ന് ഒരു ലാബിന്റെ അകത്തേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാ ടെക്നീഷ്യന്മാരില്ല, ഒരു 50% സർവീസ് സെന്ററിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസപ്ഷൻ പുറത്തുള്ള ആൾ മാനേജ് ചെയ്യും, ടെക്നീഷ്യന്മാരുടെ ഉള്ളിൽ നിന്ന് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ടെക്നീഷ്യന്മാർക്ക് രാവിലെയാണോ ഉച്ചയാണോ പകലാണോ അറിയാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു മൈക്രോസ്കോപ്പിന്റെ മുന്നിൽ അടഞ്ഞു നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം നിങ്ങൾ എന്ത് ചെയ്യണം, ഒഴിവാക്കാൻ ശ്രമിക്കണം. അത് ഉള്ള ആളുകൾക്ക് പൊതുവെ എന്തായിരിക്കും, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്തായിരിക്കും, കുറവായിരിക്കും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം വിട്ട് റണ്ണ് ചെയ്യണമെങ്കിൽ എന്താവില്ല,
കസ്റ്റമറുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളൊരു ചെറിയ പ്രശ്നം. നമുക്കറിയാൻ പറ്റും, നല്ല ഹൈടെക് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരെ ആലോചിച്ചാൽ മതി. നല്ല രീതിയിൽ എല്ലാ വർക്കും ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് ചിലപ്പോൾ എന്താവില്ല, കസ്റ്റമറുമായിട്ടുള്ള ഡീലിംഗിൽ എന്തായിരിക്കും, വളരെ ബാക്കൗട്ട് ആയിരിക്കും. അപ്പോൾ ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ സർവീസ് സെന്റർ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഒക്കെ കുറേ കാര്യങ്ങൾ, വെറും സ്കില്ല് മാത്രം പോരാ. ഈ പറയുന്ന മാതിരി പ്രസന്റേഷൻ സ്കില്ല്, അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സെയിൽസ് എങ്ങനെ ക്ലോസ് ചെയ്യാവുന്ന രീതിയിൽ വരെ പല ട്രെയിനിങ്ങുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഒരു 100 രൂപക്ക് കൊടുക്കുന്ന സാധനം 500-നോ 1000-നോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞത് ടെക്നിക്കൽ സ്കില്ല് 50%, ബാക്കി വരുന്ന മൈൻഡ് സെറ്റ് ആണ് ബാക്കി വരുന്ന 50% എന്നുള്ളത്. നമുക്ക് റിപ്പയർ ബിസിനസ്സിൽ നിൽക്കാൻ പറ്റാത്ത കാരണം അതുകൊണ്ട് തന്നെയാണ്. നമുക്ക് എന്താണ്, നമുക്ക് പേടി, ഭയം, അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, സർവീസ് ചാർജ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഓഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് ചിലപ്പോൾ ഒരു കപ്പാസിറ്റി ആയിട്ട് തട്ടിയിട്ടുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് എന്തെങ്കിലും ചെറിയൊരു സിമ്പിൾ ജമ്പർ ചെയ്തായിരിക്കും ചിലപ്പോൾ റെഡിയാക്കി ഉണ്ടാവുക. എന്നാലും നമ്മൾ ടെക്നീഷ്യന്മാർ ഇതായിരിക്കും, സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് 300 രൂപക്കും 400 രൂപക്കും എന്ത് ചെയ്ത് കൊടുക്കുക. അവർക്ക് അവരുടെ സർവീസിന്റെ വില അറിയാതെ മാർക്കറ്റ് എന്ത് ചെയ്യുക, വളരെ ലോ ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രവണത. അപ്പൊ അതിനെന്താണ്, നിങ്ങളുടെ സ്കില്ല് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളെ വില അറിയാത്തത് കൊണ്ട് മാത്രമാണ്. ഒരിക്കലും ഒരു കസ്റ്റമർ, കോമ്പറ്റീഷനുള്ള ഏരിയകൾ ഉണ്ടാവും, ഇല്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ സർവീസ് ചെയ്യുന്ന മേഖലയിൽ നിങ്ങളെ സർവീസ് ചാർജ് കസ്റ്റമർ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ജമ്പർ ചെയ്തോ ഇല്ലയോ എന്ന അടിസ്ഥാനത്തിൽ അല്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ തരുന്നത് നിങ്ങളോടുള്ള വിശ്വാസവും നിങ്ങളെ അത് ചെയ്ത് ശരിയാക്കും എന്നുള്ള കോൺഫിഡൻസ് മാത്രമാണ് കസ്റ്റമർ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ആ സർവീസ് പേ ചെയ്യുന്നത്. എനിക്കറിയാൻ പറ്റും. അതായത് നമുക്ക് 2 ഡീലർമാരുണ്ട്, കുറെ നമ്മൾ 2018 മുതലുള്ള ഡീലേഴ്സിന്റെ നമുക്ക് ഇപ്പോഴുണ്ട്. അപ്പൊ അവര് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാൾക്കാരുണ്ട്. 2 പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. 2 എന്തല്ല, ടെക്നീഷ്യൻ എന്ന് പറയുന്ന സംഗതിയേ അല്ല. പക്ഷെ അവർക്ക് ഈ പുത്തനത്താണി ടൗണിക്ക് ഐഫോൺ എക്സ് ലോവർ ബോർഡും ഇതൊക്കെ ചെയ്യുന്ന ആ സമയം ഇറങ്ങിയ സമയത്ത് ഈ വർക്ക് ചെയ്യുന്ന ഇൻക്ക് സെറ്റ് എത്തുന്നതിന്റെ മുമ്പ്, അതായത് എക്സില് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അതായത് ലോവർ ബോർഡ് അപ്പർ ബോർഡും ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, അവര് സെറ്റ് നമ്മുടെ അടുത്തേക്ക് വരും. അവർ ടെക്നീഷ്യന്മാരല്ല. അവർക്ക് എന്തുണ്ട്, ഈ വാക്ക് സാമർത്ഥ്യം എന്ന് പറയുന്ന സാധനമുണ്ട്. അവർക്കൊരു കോള് വരികയാണ്, ഐഫോൺ എക്സ് അല്ലെങ്കിൽ 15 Pro Max 14 Pro Maxന്റെ കംപ്ലൈന്റ് പോലെ എന്താ കൂളായിട്ട് വരും, ഞങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാലോ എന്ന് പറയും. എന്നിട്ട് അവർ ചെയ്യലെവിടുന്നാണ്, നമ്മളിവിടെ വന്നിട്ടാ ചെയ്യാം. അപ്പൊ അവർക്ക് ആ സെറ്റ് കിട്ടുന്നുണ്ട്, നമുക്ക് ആ സെറ്റ് കിട്ടുന്നില്ല എന്നർത്ഥം നമ്മൾ എന്തില്ല, കമ്മ്യൂണിക്കേഷൻ പോരാ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, നിങ്ങളെ മുന്നിൽ നിന്ന് ഒരു കസ്റ്റമർ റേറ്റ് ഓവർ ആണെന്ന് പറഞ്ഞിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പിന്നെ ചെയ്യാന്ന് പറഞ്ഞു പോകുന്നോ കസ്റ്റമർ ഡീലർ വർക്ക് അറിയുന്ന ആളുകൾ ഇതിലുണ്ട്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പുറത്ത് ഇതൊന്നും ചെയ്യാത്ത സാധാരണ ടെക്നീഷ്യക്കാരൻ ആ സെറ്റ് നിങ്ങൾ മുന്നിൽ വരുന്നുണ്ടാവും. അല്ല അർഷാക്കെ വരലുണ്ടാ, ഇഷ്ടം പോലെ അല്ലെ. അപ്പൊ അതിന് കാരണം എന്താ, നിങ്ങൾക്ക് ആ പറയുന്ന, നിങ്ങൾ ആ കസ്റ്റമറോട് ബിഹേവ് ചെയ്യുന്നതിലോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സംസാരിക്കുന്നതിൽ എന്തിലെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. ആ മിസ്റ്റേക്ക് എന്താണ് എന്നുള്ളത് നിങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞിട്ട് അത് ഓവർകം ചെയ്യണം. കസ്റ്റമർ പറഞ്ഞല്ലോ, ഒരു ആള് പറയാണ് ഒരു ഐഫോൺ എക്സ് ഇത് ചെയ്യുക 2500 ആണ് എന്ന് പറയും. അതായത് ഒരു മുറിക്ക് 2 കഷ്ണം എന്ന രീതിയിൽ ഒരിക്കലും ഒരു കസ്റ്റമറോട് എന്ത് ചെയ്യാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പോ എപ്പോഴും വരുന്ന ഉദാഹരണമാണെങ്കിൽ നമുക്ക് ഐഫോൺ 7 ODIC എടുക്കുക. ODIC ഏറ്റവും സ്ഥിരമായിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, ജമ്പർ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആവുന്നുള്ളത്. പക്ഷെ ഒരു കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം അത് ആ ആളെ ജീവിതത്തിൽ ആദ്യത്തെ ഫോണായിരിക്കും, ആദ്യത്തെ കംപ്ലൈന്റ് ആയിരിക്കും. അയാൾക്ക് അറിയില്ല അത് ജമ്പറിന്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ODICന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. പക്ഷെ നിങ്ങളെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തായിരിക്കും, അത് ഒരുപാട് തവണ ചെയ്ത ഫീൽ ഉണ്ടാവും. ചിലപ്പം 100-നോ 500-നോ 1000-നോ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ കിട്ടപ്പെടുന്നത് ODICന്റെ പ്രശ്നമാണ്. ഈ 2500 എന്ന് പറഞ്ഞാൽ കസ്റ്റമർ നിൽക്കൂല. കസ്റ്റമർ മുന്നിൽ എന്തായിരിക്കും, കുട്ടികൾ സെറ്റിംഗ്സ് കളിച്ചുള്ള പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ നിലത്ത് വീണ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ലൂസായ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇത് ആ രീതിയിൽ ഒരു അരമണിക്കൂർ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അരമണിക്കൂർ സർവീസ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും, അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി സെറ്റിംഗ്സിന്റെ പ്രശ്നമല്ല, ആനല്ല, ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു സെയിൽ ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടി ടെക്നീഷ്യന്മാർ എന്ത് ചെയ്യണം, പഠിച്ചൊരു എന്താ പറയാ, ഒരു റിസപ്ഷൻ കം സെയിൽസ്, വെറും ടെക്നീഷ്യൻ റിപ്പയർ സ്കില്ല് മാത്രമല്ല, ഒരു സെയിൽസ് എങ്ങനെ ചെയ്യുക എന്നുകൂടി നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കും. സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും കൂടുതൽ സർവീസിനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ എന്താണ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഭാഗം എന്താണ്, സെയിൽസ് ആണ്. കാരണം സർവീസിന് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. മാക്സിമം പോയി കഴിഞ്ഞാൽ എത്ര, ഒരു ദിവസം 10 സെറ്റൊക്കെ ഒരാൾക്ക് ചെയ്യാനുള്ള മിനിമം അല്ലെങ്കിൽ മാക്സിമം പറ്റുള്ളൂ. 10 കഴിയുമ്പോഴേക്കും ചിലപ്പോൾ എന്താവും, അല്ലെങ്കിൽ പിന്നെ ഒരേ സാധനം വരണം. ഒരു 10 യൂറ്റ് 10 കപ്പാസിറ്റി സ്വപ്നങ്ങളിൽ മാത്രം നടക്കുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഇത്, അല്ലാതെ ചിലപ്പോൾ നടന്നോളുന്നില്ല, നിർബന്ധമില്ല. അപ്പൊ എന്ത് ചെയ്യുക,
10 സെറ്റ് അതിനെന്തൊരു ലിമിറ്റേഷൻ ഉണ്ട്. ആവറേജ് പ്രോഫിറ്റ് 1000 ആണെങ്കിൽ 10,000 വരെ ഒരാൾക്ക് മാക്സിമം ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാവില്ല, ലിമിറ്റേഷൻ. സെയിൽസിന് അങ്ങനല്ല. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വേണമെന്നുണ്ടെങ്കിൽ 1 കോടി 2 കോടി 4 കോടി സെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതിന്റെ ഓരോരോ ഇതിനനുസരിച്ച് കാറ്റഗറിക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് പറയുന്നത് സർവീസിൽ മാക്സിമം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ രണ്ടാമത്തെ ഒരു പ്രശ്നം, ഒരു കംപ്ലൈന്റ് വന്ന ഒരു ബാറ്ററി മാറ്റാൻ വന്ന ഒരു സെറ്റ്, നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഒരു ബാറ്ററി മാറ്റാൻ വന്ന ഒരു സെറ്റിന് 1200 രൂപ പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ചാർജിങ് സോക്കറ്റിന് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലോ, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പവർ ബട്ടൺ പ്രശ്നം ഉണ്ടെങ്കിലോ, അല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ കേസ് ബെൻഡ് അയക്കണമെങ്കിലോ അതുപോലും അഡീഷണലി റിപ്പയർ ചെയ്ത് കൊടുത്തിട്ട് അഡീഷണൽ പൈസ വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബാറ്ററി മാറ്റാൻ വന്നു, അപ്പൊ അതിന് ചാർജിങ് പോർട്ട് ലൂസാണ്. നിങ്ങൾക്ക് അറിയാം അത് ഒരു മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലൂസ് ആവും. അത് കസ്റ്റമറോട് പറഞ്ഞിട്ട്, കസ്റ്റമറോട് എങ്ങനെ പറയാ, അത് ചാർജിങ് പോർട്ട് ലൂസാണ്, ഇതിന്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു 200 രൂപയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ ചിലപ്പോൾ ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. അത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ അപ്സെല്ല് എന്ന് പറയാം. ഒരു സാധനത്തിന് വന്ന കൂടെ എന്ത് ചെയ്യുക, 2 സർവീസും കൂടി അതിൽ ആഡ് ചെയ്ത്, നിങ്ങൾ മാർജിൻ സർവീസ് സെന്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ക്ലച്ച് ഡിസ്ക് റിപ്പയർ ചെയ്യുമ്പോൾ അവർ പറയും അതിന്റെ ഇത് മാറ്റണം, അത് മാറ്റണം, അതിന്റെ ടൈമിംഗ് ചെയിൻ മാറ്റം നടക്കാണ്ട് വലിയൊരു സാധനം തരും, അല്ലെ? അതേപോലെ നമ്മൾക്ക് വരുന്ന സമയത്ത് അത്ര വലിയ എമൗണ്ട് നമുക്ക് വരാറില്ലെങ്കിൽ ഒരു 100, 200, 300 രൂപ കൂട്ടി വാങ്ങി കഴിഞ്ഞാൽ ഒരു മാസം അങ്ങനത്തെ സർവീസ് മാത്രം ഒരു 50 എണ്ണം കിട്ടുകയാണെങ്കിൽ 50 × 100 എത്രയായി? 5000 രൂപ ആയില്ലേ അഡീഷണലി. അപ്പൊ അങ്ങനെ ഒരു അപ്സെല് ചെയ്യാനുള്ള സ്കില്ലും കൂടി ടെക്നീഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഹെവി വർക്ക് ചെയ്തിട്ട് മാത്രം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു അപ്സെല് ചെയ്യുക എന്നുള്ള രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എത്താൻ പറ്റണം. അതായത് ഒരു സർവീസ് വരുന്ന സമയത്ത് അതിന്റെ കൂടെ എന്തെങ്കിലും ഡാമേജ് കാണുന്ന ഒരു സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ, സാധാരണ 400 വരാറുള്ളത്, ഇതിന്റെ കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു 250 റുപ്യക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും കസ്റ്റമർ ഉണ്ടാവും അതിലേക്ക്. അങ്ങനെ ഒരു മാസം ഒരു 300, 400 സെറ്റൊക്കെ വരുന്ന ഒരു ഷോപ്പാണ് നിങ്ങളതെന്നുണ്ടെങ്കിൽ അതിൽ 100 സെറ്റ് കിട്ടുക അഡീഷണലി 5000. ഒരു കാറിന്റെ EMI അല്ലെങ്കിൽ ഒരു ബൈക്കിന്റെ EMI ഒരു മിനിമം ഒരു കറണ്ട് ബില്ല് അല്ലെങ്കിൽ ഒരാളെ സാലറിന്റെ പകുതിയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യണം? അപ്സെല് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കണം. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ പ്രാക്ടിക്കലി അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കലി നമ്മൾ എന്ത് ചെയ്യുക, കടന്റെ ഇൻകം നമുക്ക് കൂട്ടുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്, വൈ ടെക്നീഷ്യൻ കനോട്ട് സ്റ്റിക്ക്. എന്തുകൊണ്ട് ടെക്നീഷ്യന്മാർ എന്താവുന്നില്ല ആ ഒരു കൂടുതൽ? ഇപ്പൊ നിങ്ങളപ്പം പഠിച്ച എത്ര ആളുകൾ ഇപ്പൊ ഫീൽഡിൽ ഉണ്ടാവും? മറൂഫിന് വെച്ചിട്ട് എത്ര ആളുണ്ടായിരുന്നു? ഇതിൽ വേറെ ആരും അറിയണവരുണ്ട്? ഇതില് മറൂഫില്ലേ? മറൂഫിനെ വെച്ച് എത്ര ആളൊപ്പുണ്ട്? അറിയില്ലേ? ഉണ്ടോ? അർഷാക്കിന്റെ അപ്പോ 4 ആളുണ്ട്. ബാക്കിയൊക്കെ വേറെ പരിപാടിക്കാ എടുക്കും. അപ്പൊ കുറെ ആളുകൾ ഇപ്പൊ ഇന്റെ ഒപ്പം പഠിച്ച ബാച്ച് 2013 12 ഞാനിത് കഴിഞ്ഞത്. ഇന്റെ ഒപ്പം പഠിച്ച ഏകദേശം 13 ആളുകൾ ഉണ്ടായിരുന്നു. അതിലിപ്പോ ഞാനും ഒരാൾ മാത്രമേ ഈ ഫീൽഡിലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇതിൽ നിന്ന് പോയി. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങളാണ്. ഇതിലിപ്പോ എനിക്ക് തോന്നുന്നില്ല ഈ ചെറിയ പഠിച്ചു വരുന്ന ആരെങ്കിലും സ്റ്റുഡന്റ് ഇതിലുണ്ടോ എന്നുള്ളത് അറിയില്ല. ഒന്നാമത് പ്രോപ്പർ ട്രെയിനിങ്. നമുക്കൊരു മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യണേ. ഒരു സ്കൂളിൽ നിന്നാണെന്നുണ്ടെങ്കിലും പഠിച്ചു കഴിഞ്ഞപ്പോൾ ട്രെയിനിങ് സെന്ററിലേക്ക് വിടുന്ന സമയത്ത് ആ ട്രെയിനിങ് സെന്ററിൽ നിൽക്കുന്ന സീനിയേഴ്സ് ആയിട്ടുള്ള ടെക്നീഷ്യന് ഒരു വസ്തു എന്ത് ചെയ്യൂല, പറഞ്ഞു കൊടുക്കൂല, അല്ലെ? ഒരു വസ്തു അവർക്ക് എന്ത് ചെയ്യൂല, പറഞ്ഞു കൊടുക്കൂല. ആ ഒരു പ്രശ്നം നല്ലോണം ഉണ്ടാവും. അതായത് ഇതെങ്ങനെ ചെയ്തു എന്നുള്ളതോ, അവര് ജസ്റ്റ് ഈ ബസ്സിന് വിടാന്നല്ലാതെ അവർക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ മടിയുള്ള ചെയ്യുന്ന ടെക്നീഷ്യന്മാരുടെ ഇടയിലേക്ക് ടെക്നീഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോഴുള്ള വിഷയം, അതായത് ജൂനിയേഴ്സ് ആയിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടി പറഞ്ഞയക്കുന്ന സമയത്തുള്ള ഒരു വിഷയമാണ്. അങ്ങനെ 6 മാസം 10 മാസം വെറുതെ എന്തെങ്കിലും സമയം വേസ്റ്റ് ആയി പോകുന്ന പ്രശ്നം. അതുകൊണ്ടാണ് ഒന്നാമതിൽ ആരും സ്റ്റിക്ക് ഓൺ ചെയ്യാത്തത്. കാരണം നമുക്കൊന്നും അറിയില്ല. ഒന്നും അറിയാതെ നമ്മൾ ഒരു സർവീസ് സെന്റർ പോകുന്ന സമയത്ത് അവരിത് അയക്കാൻ തരും, ബാറ്ററി ബൂസ്റ്റ് ചെയ്യാൻ തരും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇത് എങ്ങനെ ചെയ്തു എന്നുള്ള ഒരു നോളജ് ഷെയർ ചെയ്യാൻ പറ്റാത്ത ടെക്നീഷ്യന്മാരുടെ അടുത്തേക്ക് പോകുമ്പോഴാണ് കുറെ ആളുകൾക്ക് ഇതിനോട് ദേഷ്യവും ഇത് പഠിച്ചാൽ ശരിയാവൂല എന്നുള്ള പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ഡിവൈസ് ഇതേപോലെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫെയിൽ ആവോ എന്നുള്ള പേടി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ റാൻഡംലി ചെക്ക് ചെയ്യാം. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു നോളജ് അറിയാം എന്നുണ്ടെങ്കിലും അത് എങ്ങനെ പ്രോപ്പർ വേയിലൂടെ ചെക്ക് ചെയ്യാൻ പറ്റാതെ, ഇതിൽ തന്നെ നമ്മളിതിൽ ക്ലാസ്സിനെ പഠിച്ച കുറെ ആൾക്കറിയാൻ പറ്റും. ഈ പറയുന്ന റീഡിങ്ങുമായി ബേസ് ചെയ്തിട്ട് വെറുതെ എങ്ങനെ ആണ്ടുകൊണ്ട് ബസർ മോഡ് അല്ലാന്നുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ വെറുതെ എങ്ങനെ വേല് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക, യൂട്യൂബിൽ നോക്കിയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തുകാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകാണ്ട് ആക്കുമ്പോഴുള്ള ആ ഒരു വിഷയം കൊണ്ട് കുറെ ആളുകൾക്ക് എന്ത് ചെയ്യും, ഇതിനോടൊരു മടുപ്പ്, എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവാത്ത പ്രശ്നം. പിന്നെയാണ് എക്സ്പെക്ട് ക്വിക്ക് സക്സസ്. അതായത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം, പഠിച്ച്, അതായത് നമുക്കറിയാലോ
ജോലിക്ക് കയറി വളരെ പെട്ടെന്ന് വിത്തിൻ 1 ഇയർ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, നല്ലൊരു സക്സസ് ആവണം എന്നുള്ളത്. അത് ഒരിക്കലും സർവീസ് ഫീൽഡിൽ സാധ്യം അല്ല എന്നല്ല, അത് നിങ്ങൾ അത്രയും പണിയെടുക്കേണ്ടി വരും. അത്രയും നല്ലൊരു സർവീസ് സെന്ററിൽ കിട്ടി അങ്ങനത്തെ നല്ലൊരു ട്രെയിനറെ കൂടെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറെ കാര്യങ്ങളിൽ സീനിയർ ടെക്നീഷ്യന്മാർ എന്ത് ചെയ്യില്ല, ഷെയർ ചെയ്യാനും മടിയുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ജൂനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഒരു എന്താ പറയാ ഒരു ലെവലിലേക്ക് പോകാൻ പറ്റാതെ പല കാരണങ്ങളുണ്ടായിരിക്കാം. അവർക്ക് അതിന് കൊടുക്കാനുള്ള സമയങ്ങൾ ഉണ്ടാവില്ല. അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഓരോരുത്തർക്ക് ഷെയർ ചെയ്ത് പോകുന്നുള്ള അങ്ങനെയുള്ള പല പേടികൾ കൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു തോട്ട് അവർക്ക് വരുന്നത് എന്ന് തോന്നുന്നു, അറിയില്ല. ഞാൻ ഏതായാലും അങ്ങനെ ഒരു ട്രെയിനിങ് സെന്ററിലോ അല്ലെങ്കിൽ വേറെ കീഴിൽ അങ്ങനെ പോവാൻ ഞാൻ അങ്ങനെ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടൊന്നും ഉള്ള എക്സ്പീരിയൻസ് എനിക്കില്ല. പക്ഷെ നമ്മുടെ കുറെ ആളുകൾക്ക് പറഞ്ഞ ഒരു നോളജ് എങ്ങനെയാണ്, അങ്ങനെ തന്നെയാണോ? ആർക്കെങ്കിലും ഇതിന്റെ അഭിപ്രായം ഉണ്ടോ? ആർക്കെങ്കിലും സംസാരിക്കാം. ഒരു ട്രെയിനിങ് സെന്ററിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെ പറഞ്ഞു തരാറുണ്ടോ? ഒരു 70% ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ അതാണ് ഈ സംഗതി. അപ്പൊ സ്റ്റിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ എവിടേക്കാണ് ഒരു ട്രെയിനിങ് സെന്റർ കിട്ടുന്നത് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു തരാൻ മാനസികമായിട്ട് ഒരു കാര്യം പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്യുക. അത് ഇനിയിപ്പോ സാലറി കുറവാണെങ്കിലും നമ്മൾ ആവശ്യം എന്താണ്, അത് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു പഠിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, സാലറി എന്ന് പറയുന്ന സാധനം നോക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം അവിടെ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു സ്കില്ല് പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഒരു സ്കില്ല് പഠിച്ചെടുക്കാൻ നമുക്ക് വേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, നല്ല രീതിയിൽ മെനക്കെട്ട് നിൽക്കുകയാണെങ്കിൽ 20 മണിക്കൂർ കൊണ്ട് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എത്ര മണിക്കൂർ കൊണ്ട്? 20 മണിക്കൂർ. അതെങ്ങനെ കണ്ടിന്യൂ 20 മണിക്കൂർ അല്ല, ഒരു ദിവസം 1 മണിക്കൂർ മാറ്റി വെച്ച് നമുക്ക് 20 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്കില്ല് നമുക്ക് പഠിച്ചു. അത് എന്താണെങ്കിലും ഫോട്ടോഷോപ്പ് ആണെങ്കിലും വീഡിയോ എഡിറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ബേസിക് കോഡിങ്ങിന്റെ ആണെങ്കിലൊക്കെ നമ്മൾ അതിന് മെനക്കെട്ട് ഒരു ദിവസം 1 മണിക്കൂർ മാറ്റി വെച്ചിട്ട് ഒരു ടൈം ലൈൻ ചാർട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ മെനക്കെട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ടെക്നീഷ്യന്മാരുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾക്ക് പെട്ടെന്ന് സൊല്യൂഷൻസ്, പെട്ടെന്ന് കാര്യങ്ങൾ വേണം, സ്വന്തമായിട്ട് ലേൺ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു ഇതിലേക്ക് എങ്ങനെ എത്തുന്നുള്ള കാര്യത്തിൽ കുറച്ച് ബാക്കോട്ടാണ്. നാളെ എന്ന രീതിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് കുറേ സ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, കിട്ടാൻ പറ്റാത്തത്. ഒരു ദിവസം ഒരു അരമണിക്കൂർ നിങ്ങൾ മാറ്റി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പഠിക്കുകയാണല്ലോ, പ്രത്യേക എന്ത് സബ്ജക്റ്റ് ആണെങ്കിലും ഒരു അരമണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ ആ സ്കില്ല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കാലങ്ങൾ പറഞ്ഞു സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ എഐയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഒരു കണ്ടന്റിനും ഒരു ക്ഷാമം നിലവിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആരും എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല. ഒരു സബ്ജക്ട്, നമ്മളെ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, വേറെ എന്താണോ സബ്ജക്ട്, ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ തപ്പിയാൽ തന്നെ അതിന്റെ ഡാറ്റ കിട്ടുന്നുള്ളതാണ്. ഇപ്പൊ മലയാളം, ഇംഗ്ലീഷ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മലയാളം എന്ന് അടിച്ചാൽ മലയാളത്തിൽ വരും. അങ്ങനെ ഒരു ദിവസം അരമണിക്കൂർ നിങ്ങൾ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അങ്ങനെ 20 മണിക്കൂർ ആയി കഴിഞ്ഞാൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള 30% നോളജ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള. അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. പിന്നെ സൊല്യൂഷൻ, ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് സ്ട്രോങ് ഫൗണ്ടേഷൻ. നിങ്ങൾ ഇത് പഠിച്ചെടുക്കും എന്നുള്ള നല്ല ഉറച്ചൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ ഒരു ക്ലാസ്സിന് പോയി ജസ്റ്റ് വന്നു, ക്ലാസ്സിന് വരുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന രീതിയിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യവും പ്രത്യേകിച്ച് ലേൺ ചെയ്ത്. ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനെ അവിടെ നിന്നുള്ളൂ പ്രസക്തിയുള്ളൂ. ആ എന്തുകൊണ്ട് എന്ന് നിങ്ങൾ സ്വയം ചോദിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. ഇപ്പൊ നിലവിലൊരു കംപ്ലൈന്റ് വന്നു, ആ കംപ്ലൈന്റ് എന്തുകൊണ്ട് എന്നില്ല, അത് റെഡി ആവണില്ല എന്ന് റിട്ടേൺ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് വരുന്ന സെറ്റിൽ 100 ഡിവൈസ് റിട്ടേൺ പോകുന്നുണ്ട്. ആകെ വരുന്നത് 300 സെറ്റാണ്. 100 ഡിവൈസ് റിട്ടേൺ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 100 ഡിവൈസിന് കംപ്ലൈന്റ് എന്താണ് എന്നുള്ളത്, എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് അത് പരിഹരിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ആലോചിച്ച് തുടങ്ങുമ്പോഴാണേക്കാരം അതിനെന്ത് കിട്ടുക, ഉത്തരം നിങ്ങൾക്ക് കിട്ടുക. അതിങ്ങനെ റിട്ടേൺ പോണ്, കുറെ റിട്ടേൺ പോണ്, കുറെ വരുന്നു, കുറെ റിട്ടേൺ പോണ്. അപ്പൊ ആ ഒരു ഏണിംഗിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, നിൽക്കുള്ളൂ. അപ്പൊ റിട്ടേൺ പോകുന്ന സെറ്റുകളുടെ പാറ്റേൺ എന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഏതൊക്കെ മോഡലുകളാണ്, ഏതൊക്കെ കമ്പനികളാണ് റിട്ടേൺ കൂടുതൽ പോകുന്നത്, അപ്പൊ അതിനെന്താണ് സൊല്യൂഷൻ, ആ സൊല്യൂഷൻ എന്താണെന്നുള്ളത് കണ്ടെത്തി പഠിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പൊ നിൽക്കുന്ന ഇംഗത്തിൽ നിന്ന് കുറച്ച് മേലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിലെന്താണ്, സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. അത് പഠിച്ചെടുക്കും എന്നുള്ള എന്താണോ നിങ്ങൾക്ക് അതിൽ നിന്ന് വിഷയം എന്നുള്ളത്, നിങ്ങളെ പ്രശ്നം. ഇപ്പോ ചിലവർക്ക് എന്തായിരിക്കും, നല്ല സ്കിൽ ഉണ്ടാവും, പറയാൻ പറ്റും, നല്ല ഏത് സെറ്റ് വന്നാലും ചെയ്ത് കൊടുക്കാൻ പറ്റും. അവർക്ക് എന്തായിരിക്കും, വർക്ക് കുറവായിരിക്കും. ആകെ ഒരു മാസം 100-150 സെറ്റ് വരും. ഒരു വർക്കും ഇല്ലാതിരിക്കുന്ന, ഒരു സ്കിൽ ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ 300-400 സെറ്റുകൾ ഉണ്ടാവും.
അപ്പൊ രണ്ടാൾക്കും തമ്മിൽ ഓരോ വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ വർക്ക് ഇല്ലാത്ത ആ ടെക്നീഷ്യൻക്ക് എന്തുണ്ടാവും, നല്ല കസ്റ്റമർ ക്യാൻവാസ് ചെയ്ത് വർക്ക് കൊണ്ടാനുള്ള കഴിവുണ്ടാവും. പക്ഷെ നല്ല സ്കില്ലുള്ള ആളുകൾക്ക് എന്തുണ്ടാവില്ല, കസ്റ്റമർ ക്യാൻവാസ് ചെയ്ത സെയിൽ ക്ലോസ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങളെ പ്രശ്നം എന്താന്നുള്ളത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ഒരു 300 ഡിവൈസ് വരുന്നത് 50 സെറ്റ് ചിലപ്പോൾ കസ്റ്റമർ നോട്ടാക്കി ആയിട്ട് 50 സെറ്റ് അല്ലെങ്കിൽ ഒരു 60 സെറ്റ് ചിലപ്പോൾ എന്തായിരിക്കും, നമുക്ക് അറിവില്ലായ്മ കൊണ്ട് പോകുമ്പോൾ സർവ്വസാധാരണമാണ്. പക്ഷെ അതിൽ കൂടുതലും ഡിവൈസുകൾ റിട്ടേൺ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്ത് പാറ്റേൺ കൊണ്ടാണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ട് അതെന്ത് ചെയ്യണം. പിന്നെ ഫോളോ, നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ ഇപ്പോ ഈ പറഞ്ഞ മാതിരി ഫോളോ നിങ്ങൾക്ക് ഒരു ചെയ്യുന്ന ടെക്നീഷ്യൻ ആരെങ്കിലും നിങ്ങളെ അറിവിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരാളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. ഇപ്പോ അർഷാക്കിന് ഇപ്പോ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അർഷാക്കും മഹറൂഫും ഒരേ ലെവലിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ട് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ പഠിച്ച് എടുക്കാൻ പറ്റും. അപ്പൊ ഒരാളെ എങ്ങനെയാണോ, ഇപ്പൊ നിങ്ങളെക്കാട്ടും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആരാണോ അവരെന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അവരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ നിരന്തരം നിർത്തിയിട്ട് എന്തുകൊണ്ടാണെന്നുള്ള ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ അരമണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ തീരെ അറിയാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ദിവസം ഒരു മിനിമം ഒരു അരമണിക്കൂർ ഞാൻ എൻ്റെ ജീവിതത്തിനും എൻ്റെ മുന്നോട്ടുള്ള സക്സസിനും വേണ്ടിയിട്ട് മാറ്റി വെക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളിൽ എന്തെന്നാൻ പറ്റും, മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. ഫെയിലർ ആർ പാർട്ട് ഓഫ് ട്രെയിനിങ്. അതായത് നിങ്ങളുടെ പരാജയങ്ങളാണ് നിങ്ങൾ എന്ത് മുന്നോട്ട് വരും. നിങ്ങളിപ്പോ ഒരു സെറ്റ് ചെയ്തു, എനിക്കറിയാൻ പറ്റും 2018 ആ സമയങ്ങളിൽ 18 സമയങ്ങളിൽ iPhone 7 ഇറങ്ങിയ ആ ODIസിന്റെ ഒരു പ്രശ്നം വന്ന സമയത്ത് 2 ഡിവൈസ് എന്ത് ചെയ്തു, എന്റെ കടയിൽ വന്നു. 2 ഡിവൈസ് ഫസ്റ്റ് ആയിട്ട് വരികയാണ്. ODIC ആണ് പ്രശ്നം എന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷെ ODIC ചെയ്തു, ഒന്ന് ഡെഡായി പോയി, ഒന്ന് എന്ത് ചെയ്തു, ഡിവൈസ് ബേസ് ബാൻഡ് പോയി. അന്നേക്ക് വൈകുന്നേരം കോഴിക്കോട് പോയിട്ട് എന്ത് ചെയ്തു, ഒരു സെറ്റ് വാങ്ങിയിട്ട് കൊടുത്തു. ഒരാൾക്ക് സെറ്റ് 2 സെറ്റ്, ഒന്ന് ഏകദേശം 3 മാസത്തിലുള്ള 2 സെറ്റ്. അന്നത്തെ വില സെക്കൻഡ് വാങ്ങിയത് ഒന്ന് 18,000 രൂപയ്ക്കും ഒന്ന് 23,000 രൂപയ്ക്കുമാണ് വാങ്ങിയത്. എന്നിട്ട് എന്ത് ചെയ്തു, അത് സ്പെയർ ആക്കി കൊടുത്ത് ക്യാഷ് ആക്കി. പക്ഷെ അതിൽ നിന്ന് 3ാമതൊരു സെറ്റ് വന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് പഠിച്ചു ബേസ് ബാൻഡ് പോകുന്നുള്ളതും ഡെഡ് ആവാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ അത് പിന്നെ പഠിച്ചിട്ട് പിന്നെ ODIC നമ്മൾ ചെയ്തപ്പോൾ അടുത്തതിൽ എന്താണ് പ്രീവിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് ഫെയിൽ നോക്കിയിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് വരും. ആ 2 സെറ്റും നമ്മൾ ചെയ്തത് എത്രയാണ്, ഏകദേശം ഒരു 45,000 രൂപ നമുക്ക് ലോസ് വന്നെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഡിസ്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടും കേസ് വിറ്റിട്ടും ഡിസ്പ്ലേ വിറ്റിട്ടും ക്യാഷ് ആക്കിയിട്ടുണ്ട്. എന്നാൽ പോലും മുന്നോട്ട് വരുന്ന അന്നൊക്കെ തോന്നുന്നു 4,000 രൂപ കണ്ട് എന്തുണ്ട്, 4,000 4,500 അതിന് ചാർജ് ഉണ്ട് ആ ഒരു ODIC ചെയ്യാൻ. അതിനുശേഷം ഇഷ്ടം പോലെ സെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ മേലേക്ക് നമ്മൾ എന്ത് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫെയില് എന്നുള്ളത് എന്താണ്, അത് മുന്നോട്ടുള്ളൊരു നമുക്ക് സെറ്റ് വരും. നിങ്ങളൊരു CPU ചെയ്ത് ഡെഡായി, ആ ഡെഡ് ആവാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ സ്വന്തമായിട്ട് അനലൈസ് ചെയ്യണം. ഞാൻ ചെയ്തു കൊടുത്ത എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾ പഠിക്കണം. നിലവിലെ ടെക്നീഷ്യന്മാർക്ക് ഡെഡായി റെഡി ആവുന്നില്ല, ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞാൽ നേരെ കെട്ടിപ്പുത്തിക്കാൻ നേരെ റിട്ടേൺ കൊടുക്കുകയാണ്. കാരണം എന്താ, ഒന്നെങ്കിൽ എന്താണ് അത് സ്വന്തം ഷോപ്പ് ആവില്ല, വേറെ ആളെ കീഴിൽ വർക്ക് ചെയ്യും. പിന്നെ റിസ്ക്കും കാര്യങ്ങളൊന്നും ആരേണ്ട, ടെക്നീഷ്യന്മാർ ആരേണ്ട. അവിടെയാണ് നിങ്ങളെ തകർച്ച നിങ്ങൾ എന്ത് ചെയ്യണത്, ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ അതിനുള്ള കാരണങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ചിലപ്പോൾ നിസാര കാരണങ്ങൾ കൊണ്ടായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുക പോകുന്നുണ്ടാവുക. നിസാര കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാതുണ്ടാവും. കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് എന്താണ്, ചിലപ്പോൾ ഷോർട്ട് ആവുക, ലീക്കേജ് ആവുക, ഓപ്പൺ ആവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളായിരിക്കും. നമുക്ക് പ്രോപ്പർ നോളജ് ഇല്ലാത്ത പ്രശ്നം കൊണ്ടായിരിക്കും. പിന്നെ ലോങ് ടൈം കൺസിസ്റ്റൻസി, അതായത് സ്ഥിരത എന്ന് പറയുന്ന ഒരു സാധനം വളരെ അധികം നിർബന്ധമാണ്. കാരണം നമ്മളിപ്പോൾ ഒരു സംഗതി ചെയ്യുകയാണ്, ഇപ്പൊ നമ്മൾ 20 മണിക്കൂർ ഒരു സംഗതി ഏറ്റെടുത്തെന്ന് വിചാരിക്കുക. 20 മണിക്കൂർ കൊണ്ട് ഞാൻ എന്റെ സ്കില്ല് പഠിച്ചെടുക്കുന്നുള്ളൊരു ദൃഢനിശ്ചയം എടുത്തിട്ട് പോയിട്ട്, അല്ലെങ്കിൽ വേണ്ട നാളെ ആവട്ടെ, അല്ലെങ്കിൽ നാളെ മുതൽ തുടങ്ങാം, അല്ലെങ്കിൽ ജിമ്മിന് പോവാണ്. നമ്മൾ ജിമ്മിന് പോകുമ്പോൾ എന്താ അവസ്ഥ, ജിമ്മിന് പോകുന്ന സമയത്ത് അല്ലാതെ മസിൽ വരണം, കുറെ ഫോട്ടോ കാണും, പോയി 1000 രൂപ കൊടുക്കും. ചിലവരുണ്ട്, നമ്മുടെ സുഹൃത്തുണ്ട്, എന്താണ് എന്നും പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, 6 മാസം ഒരുമിച്ച് എത്ര എടുക്കുക 4,500 രൂപ കൊടുത്ത്, പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ പോണില്ല. അപ്പൊ കുറെ പൈസ കൊടുക്കുക, നമുക്ക് എന്ത് വേണം, അത് ചെയ്യും എന്നുള്ള ദൃഢനിശ്ചയം. ജിമ്മിന് പോയി കഴിഞ്ഞാൽ എന്താണ്, ആദ്യത്തെ 1 മാസം കൊണ്ട് പ്രത്യേക റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല, 2 മാസം കൊണ്ട് പ്രത്യേകിച്ച് റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് എന്നും ഒരേ സമയത്ത് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം 4 മാസം കഴിയുമ്പോഴായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു മരം നട്ട് കഴിഞ്ഞാൽ ആ മരം എന്നും ഒരു മാസം 2 മാസം കൊണ്ട് ഒരു വായ നട്ടിട്ട് കൊല വരണം എന്ന് പറഞ്ഞാൽ നടക്കൂല. അപ്പൊ നിങ്ങൾ അരമണിക്കൂർ ഒരു ദിവസം പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ആഫ്റ്റർ 3 or 4 മാസങ്ങൾക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ല അർഷാക്കെ, അങ്ങനെ തന്നെയല്ലേ? കറക്റ്റ് ആണ്. അപ്പോ അങ്ങനെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് പറഞ്ഞു കഴിഞ്ഞാല്
ഇതിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും ടെക്നിക്കൽ സ്കില്ല് മാത്രം പഠിച്ചാൽ പോരാന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. ഒന്ന് സെയിൽസ് എന്ന് പറയുന്ന ആ ഒരു സംഗതി നിങ്ങൾ വളരെ ഡീപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇഷ്ടംപോലെ വീഡിയോസ് യൂട്യൂബിൽ ഉണ്ടാവും. അപ്പൊ ആ സംഗതികൾ ഒരു കസ്റ്റമർ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ള അഡീഷണൽ സ്കില്ല് ഇപ്പോൾ വരുന്ന ടെക്നീഷ്യന്മാർക്ക് വളരെ അധികം കുറവാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ മാർക്കറ്റിൽ, ഈ കേരളം എന്ന് പറയുന്ന മാർക്കറ്റിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നല്ല സ്കില്ലുള്ള ടെക്നീഷ്യന്മാരാവൂല ആ ബിസിനസിന്റെ ഓണർ. ഒരു സ്കില്ലും ഒരു ടെക്നീഷ്യനും അല്ലാത്ത ഒരാളായിരിക്കും അവിടെ സർവീസ് സെന്റർ എന്ത് ഉണ്ടാവുക, മാനേജ് ചെയ്യുന്നുണ്ടാവുക. കാരണം എന്താ, ടെക്നീഷ്യന്മാർക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സെയിൽസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. അവർ എപ്പോഴും ആ സർവീസ് എങ്ങനെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ പഠിച്ച് പോയിട്ട് ഒരു സെയിൽസ് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് നോളജ് കുറവ്. ഈ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെറും ഈ സ്ക്രീൻ ഗാർഡ് പൗച്ചല്ലാന്നുണ്ടെങ്കിൽ ബാഗിൽ സാധനം വിൽക്കുക എന്നുള്ളതല്ല. നമ്മൾക്ക് വരുന്നത് എന്താണ്, ഒരു സെയിൽസ് ആണ് അല്ലെ. ഒരു സർവീസ് ആയിട്ട് ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, അതിൽ ഒരു സെയിൽ അവിടെ നടക്കുന്നുണ്ട്, ഒരു ഡിസ്പ്ലേന്റെ സെയിൽ നടക്കുന്നുണ്ട്, അതിന്റെ കൂടുതൽ സർവീസ് ആദ്യം വരുന്നുണ്ട്. അപ്പൊ ഈ സെയിൽസ് സ്കില്ലുള്ള ആളുകൾക്ക് എന്താ പറ്റുള്ളൂ, 100 രൂപന്റെ അല്ലെങ്കിൽ ഒരു 5 രൂപന്റെ ചാർജിങ് കൗണ്ടർ എത്ര വിൽക്കാൻ പറ്റുള്ളൂ, 600 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ വിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താവും, ഓന് ഇപ്പോഴും മാർക്കറ്റിലേക്ക് കാണാൻ പറ്റും 50 രൂപയ്ക്കും 100 രൂപക്കും മാറ്റി കൊടുത്തിട്ട് ആ കാലാകാലം ആ ലെവലിൽ അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ സെയിൽസ് എന്ന് പറയുന്ന സ്കിൽ ഉണ്ടെങ്കിൽ കസ്റ്റമർ സെറ്റ് നമുക്ക് തരുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളെ സർവീസിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിരിക്കും. അപ്പൊ സർവീസിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിലവിൽ നിങ്ങളെ പ്രശ്നം എന്താണെന്ന് നോക്കിയിട്ട് അതിന് വാറണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു സർവീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റണം. അപ്പൊ സർവീസും ഗ്യാരണ്ടിയും വാറണ്ടിയും കൊടുത്തൊരു സർവീസ് കൊടുക്കണം എന്നെങ്കിൽ എന്ത് വേണം, ചൂടാക്കിയിട്ട് ഓണാക്കി കൊടുത്താൽ എന്താ ചെയ്യില്ല, അത് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഇതാണ് ഒരു ആകെ തുക എന്ന് പറഞ്ഞാൽ. അപ്പൊ നാളെ മുതൽ അരമണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, ഏതെങ്കിലും വിഷയമല്ല, ഈ വിഷയത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്, വരുന്ന കസ്റ്റമർക്ക് അപ്സെൽ ചെയ്യാൻ പഠിക്കുക. അപ്സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബാറ്ററി മാറ്റാൻ വന്ന കസ്റ്റമർക്ക് ഇൻ കേസ് അതിന്റെ ചാർജിങ് സോക്കറ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ കേസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ മാറ്റി കൊടുക്കാനുള്ള ധൈര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ വന്നാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഒരു ഇതറിയില്ല, റിസപ്ഷൻ മെയിൻ ടെക്നീഷ്യന്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ടെക്നീഷ്യന്റെ കീഴിൽ നിന്ന് എങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക. എല്ലാ ടെക്നീഷ്യന്മാർ ചിലപ്പം ഇന്നമാതിരി പഠിച്ചോന്ന് എഴുതി പഠിപ്പിച്ച് തരണോളന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ അവിടെ ചോദിച്ച് മനസ്സിലാക്കി തരാവുന്ന ടെക്നീഷ്യൻ ആണോ ഉള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ആരെങ്കിലും ഇപ്പോൾ ട്രെയിനായിട്ട് വർക്ക് ചെയ്യണവരുണ്ട് അതിൽ വരുന്ന ആരെങ്കിലും ഉണ്ട്? ലിയോ മുനവർ ഇല്ലേ, ട്രെയിനായിട്ട് വരില്ല, ഒക്കെ സീനിയർ ടെക്നീഷ്യന്മാർ തന്നെ. ഇതിലെല്ലാവരും മെയിൻ വർക്കേഴ്സ് ആണോ? ഇല്ലേ, ആരെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് നമുക്ക് ആകെ തുക ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ട കാര്യങ്ങൾ എന്താണ്, അപ്സെല്ലിങ്, അതേപോലെ തന്നെ നിങ്ങളെ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. പിന്നെ നിങ്ങളെ പേടി കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അരമണിക്കൂർ എല്ലാ കാര്യത്തിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സുകൾ ഉദ്ദേശിച്ചത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതേപോലത്തെ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരാം. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച അല്ലെങ്കിൽ അടുത്ത ബുധനാഴ്ച നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഇനിയിപ്പോൾ ഒരു റിപ്പയറുമായി ബന്ധപ്പെട്ടതോ അല്ലാന്നുണ്ടെങ്കിൽ നിലവിൽ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തിട്ട് ഒരു ഫ്രീ വെയർ തുടക്കം മാത്രമാണ്. ഇങ്ങനത്തെ ഒരു ക്ലാസ് നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ല. വെച്ചിരിക്കുന്നതൊക്കെ വേറെ രീതിയിലുള്ള സോഫ്റ്റ്വെയറിന് അതൊക്കെ വെച്ചിട്ടുള്ളത്. ഫ്രീ ആയിട്ടുള്ള ഒരു ക്ലാസ്, ഈ രീതിയിലുള്ള ക്ലാസ്സുകൾ പൊതുവെ ഇങ്ങനെ ഒരു മാർക്കറ്റിൽ ഇല്ല എന്നുള്ള തോന്നിയത് കൊണ്ടാണ് ഈ ഒരു സബ്ജക്ട് ഞാൻ എടുത്തത്. ഈ സബ്ജക്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഇങ്ങനത്തെ സബ്ജക്ട് എന്തൊക്കെയാ പ്രശ്നം, എന്തൊക്കെ മനസ്സിലായത് ഇപ്പൊ ഇതിന്ന്? അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു സംഭവത്തിന്റെ വേറൊരു വേർഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി കൂടാം. അപ്പൊ നമുക്ക് ഈ ഒരു ടൈപ്പ് ക്ലാസ്സാണ് ഞാനിപ്പോ കുറച്ച് പ്രതീക്ഷയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അപ്പുറത്തൊരു ടൗൺ ഉണ്ട്. ആ ടൗണിൽ ഒരാൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അവിടെ ഒരാൾ ഡിസ്പ്ലേ മാറ്റി കൊടുക്കണം 150 റുപ്യ കാണാം. വെറും 150 റുപ്യക്ക് ഒരു ഡിസ്പ്ലേ മാറ്റി കൊടുക്കുക 150 റുപ്യക്ക്. അത് ചില മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പൊ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവയർനെസ് കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയാ, പ്രൈസ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രൈസ് തരുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ആളുടെ കോൺഫിഡൻസിനാണ് ആ ആൾ എന്ത് ചെയ്യുന്നത്, പൈസ കൊടുക്കണം എന്നുള്ളത്. അതിനാണ് നമ്മൾ സെയിൽസിന്റെ സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞത്.
മനസ്സിലാവണം, സെയിൽസിന്റെ സ്കിൽ ഉണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ഒരു കസ്റ്റമർ വരികയാണ്, ഇത് എത്ര ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് 2500 ആവുന്നതിന് പകരം ഒരു അരമണിക്കൂർ ഹോൾഡ് ചെയ്ത് അത് ഞാൻ അതിന്റെ ബാറ്ററി കണ്ടിട്ട് ഊരിട്ട് നോക്കി, സെറ്റിംഗ്സ് റീസെറ്റ് ചെയ്ത് നോക്കി, സോഫ്റ്റ്വെയർ ചെയ്ത് നോക്കി, പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് പൊടിയിട്ട് ഇട്ട് നോക്കി, പക്ഷേ ഇതൊന്നും റെഡി ആവണില്ല, ഇത് മേജർ ബോർഡ് പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ എന്താ മൂന്നിനെ നോക്കുന്നു പറയും. നേരെ മറിച്ചിട്ട് കൊടുന്ന പാടിനെ ചെയ്യാൻ 2500 ആവുന്ന അറിഞ്ഞൊന്ന് പോടും, നമുക്ക് വേറെ അടുത്ത് നോക്കാന്ന് പറയും. ആ ഒരു സെനാരിയോ ഒരു എന്താണ് വെട്ടി 2 കഷ്ടം എന്നുള്ളത് മാറ്റിയിട്ട് കസ്റ്റമറെ മുന്നിൽ പറയല്ല, ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. അത് കുട്ടികൾ ഇന്നലെ കളിച്ചിട്ട് സെറ്റിങ്സ് മാറിയതാണോ, വീണപ്പം എന്തെങ്കിലും ലൂസ് ആയതുള്ള ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി ആ ഡൗട്ടുകളൊക്കെ ഒന്നാണ് ക്ലിയർ ചെയ്ത് കൊടുക്കും. നിങ്ങളെന്താ പറയുക, ഇങ്ങനെ നമ്മളിപ്പോ ഈ ഫീൽഡിൽ ആയതുകൊണ്ടുള്ള നമുക്കൊരു പ്രശ്നമാണ്. നിങ്ങൾക്ക് കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാർ സർവീസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, എന്തെങ്കിലും സൗണ്ട് ഉള്ളുന്നൊരു സൗണ്ട് ക്ലിക്കിംഗ് സൗണ്ട് വരികയാണെങ്കിൽ അയാൾ നേരെ പറയാണ് ഈ എഞ്ചിന് ടൈമിംഗ് ചേഞ്ച് പോയതെന്ന് നിങ്ങൾ വിശ്വസിച്ചോ? ഇല്ലല്ലോ. അപ്പൊ ആ ആളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറയുന്നത്, സ്കാനിങ് ഒക്കെ ചെയ്ത് വാസറും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഓക്കെ ആണ്, ഇത് ടൈമിംഗ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം വരാം. നേരെ പോയിട്ട് ആ സൗണ്ട് കേട്ടിട്ട് ടൈമിംഗ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ് ഓൾറെഡി 10-25 രൂപ ചിലവാകും. നമ്മളൊന്ന് ബാക്കോട്ട് നിൽക്കും. അതേ സിറ്റുവേഷൻ തന്നെയാണ് നമ്മളെ കസ്റ്റമർക്കും ഉള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ ആക്കുക എന്നുള്ളത്. അപ്പോൾ എവിടെ പോകുമ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ നാളെ മുതൽ ഒരു ടെക്സ്റ്റൈൽസ് പോവാണ്, ടെക്സ്റ്റൈൽസ് പോകുന്ന സമയത്ത് തന്നെ ഇതിൽ ബിസിനസ് ഓണേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ കസ്റ്റമർ നേരിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ, റിസപ്ഷനിൽ അങ്ങനത്തെ കൗണ്ടറിൽ നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ടെക്സ്റ്റൈൽസിക്കോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിക്കോ പച്ചക്കറി വാങ്ങാൻ പോകുന്ന സമയത്ത് 1 കിലോ വാങ്ങാൻ തന്നെ അവിടെ നിൽക്കുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ അവസ്ഥ ഇന്റെ കസ്റ്റമർക്ക് ഞാൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, ആലോചിച്ച് നോക്കുക. അങ്ങനെയാണ് നമ്മൾ മാറേണ്ടത്. ഒരു സ്ഥാപനത്തിൽ പോകുമ്പോൾ, ചില സ്ഥാപനത്തിൽ പോകുന്ന സമയത്ത് ഹായ് സാർ ഗുഡ് മോർണിംഗ് പറഞ്ഞ് വരും. അപ്പൊ അങ്ങനത്തെ സിസ്റ്റം നമ്മളിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊക്കെ ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു ഇതേപോലത്തെ വേറെ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ആർക്കെന്തും ചോദിക്കാണ്ടാ? എങ്ങനെ പേര് പറയ കുറച്ച് അങ്ങോട്ടായതുകൊണ്ട് സ്ക്രീൻ കാണുന്നില്ല. ആരേനു? നിസാറ്. നമ്മൾ ബാച്ചിലുള്ള ആളല്ലേ? നിങ്ങളെ ബാച്ച് നമുക്ക് അവിടെ വേറെ എണ്ണയാൽ ഇതിലിപ്പോ ഡൗട്ട് ചോദിച്ചോടാ, സമയല്ലാണ് പറഞ്ഞോളി, ഞാൻ ജസ്റ്റ് ചോദിക്കും. ഒരു കോൾ ചെയ്യുന്ന സമയത്ത് മാത്രം. നിങ്ങൾക്ക് എന്റെ നമ്പർ ഇല്ലേ, മറ്റേ നമ്പർ ഞാൻ അയക്ക് മെസ്സേജ് അയക്കാം. ആ ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ അഡ്മിന്, അയക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ അടുത്തതിലേക്ക് സമയം അയക്കണേ. സമയം എത്ര? 8:30 കഴിഞ്ഞില്ലേ? അടുത്ത ക്ലാസ് സമയം നിങ്ങൾ മെസ്സേജ് അയക്കേ. അപ്പൊ നമുക്ക് എന്താ ഇതേപോലത്തെ സബ്ജക്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇതിൽ നമുക്ക് ഇതേപോലത്തെ സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.